നമസ്കാരം പ്രിയമുള്ളവരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. ഇറാൻ അമേരിക്കയുടെ നാവിഗേഷൻ ടെക്നോളജി GPS ഉപേക്ഷിക്കുന്നതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈനയും റഷ്യയും നേരത്തെ തന്നെ അമേരിക്കയുടെ ഈ ടെക്നോളജി GPS ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ ഇറാനും ഉപേക്ഷിക്കുന്നതായ വാർത്തകൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പകരം ചൈനയുടെ നാവിഗേഷൻ ടെക്നോളജി ആയിരിക്കും ഇനി മുതൽ ഇറാൻ ഉപയോഗിക്കുക. കാരണം യുദ്ധസമയത്ത് ഇസ്രായേൽ യുദ്ധസമയത്ത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ ഇസ്രായേലിന് ഡാറ്റ GPS നിന്ന് ലഭിച്ചു എന്ന വലിയ ആരോപണം ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. ഇറാന്റെ ആണവ ശാസ്ത്രകാരന്മാരെയും സൈനിക മേധാവികളെയും ഒക്കെ വളരെ കൃത്യമായി വധിക്കുന്നതിന് GPS ഇസ്രായേൽ ഉപകാരപ്പെട്ടു എന്നതാണ് ഇറാന്റെ ആരോപണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ GPS ഉപേക്ഷിച്ച് ചൈനയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഇറാന്റെ കാർഷിക, ഗതാഗത, ഇന്റർനെറ്റ് മേഖലകളിൽ ഇനി ചൈനയുടെ സാങ്കേതിക വിദ്യയായിരിക്കും ഉപയോഗിക്കപ്പെടുക. അമേരിക്കയെ പൂർണ്ണമായും എല്ലാ രംഗങ്ങളിൽ നിന്നും ഒഴിവാക്കുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി ഇറാൻ മുന്നോട്ട് പോകുന്നു എന്ന വലിയ വാർത്ത തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ്. മറ്റൊന്ന്, മെറ്റയുടെ വാട്സപ്പ് നിർത്തുവാനും ഇറാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഫോണുകളിൽ നിന്ന് ഈ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാൻ ഇറാനിലെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കാരണം കൃത്യമായ ഡാറ്റ ഇസ്രായേലിന് ഈ GPS വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ ലഭിക്കുന്നു എന്ന വലിയ ആരോപണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ GPS-ഉം വാട്സപ്പും ഒക്കെ അത് നിരാകരിക്കുന്നുവെങ്കിലും ഇറാന്റെ ഭാഗത്തു നിന്ന് ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്നു. തങ്ങളുടെ സൈനികരെയും ഒപ്പം ഈ ആണവ കേന്ദ്രങ്ങളെയും ഒക്കെ ആക്രമിക്കുവാൻ GPS ഡാറ്റ ഇസ്രായേൽ ലഭിച്ചു എന്ന വലിയ ആരോപണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനും റഷ്യയും ചൈനയും ഒരു ബദൽ അത് എല്ലാ രംഗങ്ങളിലും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു എന്ന വലിയ ഒരു വിശകലനവും മാധ്യമരംഗത്ത് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നാറ്റോയ്ക്ക് പകരമായിട്ട് ചൈനയുടെയും റഷ്യയുടെയും ഇറാന്റെയും നേതൃത്വത്തിൽ ഒരു പുതിയ സൈനിക സഖ്യം രൂപപ്പെടുവാനുള്ള സാധ്യതകളും അന്തർദേശീയ തലത്തിലൊക്കെ ചർച്ച ചെയ്യുന്നു എന്ന വലിയ ഒരു നിഗമനം നടക്കുകയാണ്. കാരണം അമേരിക്കയുടെ അപ്രമാദത്തിനെതിരായിട്ട് പുതിയ ഒരു സൈനിക സഖ്യം അത് നാറ്റോയ്ക്ക് ബദലായിട്ട് രൂപപ്പെടുവാനുള്ള സാധ്യതകളും ഒക്കെ വിശകലനം ചെയ്യപ്പെടുന്ന ഒരു നിമിഷമാണിത്. മറ്റൊന്ന്, ഷെയ്ഖ് നഈം ഖാസിം, ഹിസ്ബുള്ളയുടെ മേധാവി, അദ്ദേഹം അമേരിക്കയുടെ നിർദ്ദേശത്തെ തള്ളിക്കളയുന്നു. കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് അത് തള്ളിക്കളയുന്ന സമീപനമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ അധിനിവേശ സ്ഥലത്ത് നിന്ന് പിൻവാങ്ങിയാൽ ഹിസ്ബുള്ള ഒരു പക്ഷേ നിരായുധീകരണത്തെപ്പറ്റി സംസാരിക്കുന്നതിന് തയ്യാറാകാം. ഇസ്രായേൽ ലബനനിൽ അധിനിവേശം തുടരുന്നിടത്തോളം കാലം ആയുധം താഴെ വയ്ക്കുന്ന ഒരു സമ്പ്രദായത്തെപ്പറ്റി ഹിസ്ബുള്ള ചിന്തിക്കുന്നതേ ഇല്ല എന്നാണ് ഷെയ്ഖ് നഈം ഖാസിമിന്റെ പ്രസ്താവന ഈ അവസരത്തുണ്ടാകുന്നത്. ഒപ്പം അദ്ദേഹം ലബനീസ് ഗവൺമെന്റിനോട് പറയുന്നത്, വേണമെങ്കിൽ ഇസ്രായേലിനെ ചരത്തു നിൽക്കുന്നതിന് ഹിസ്ബുള്ള ലബനീസ് സൈന്യത്തിന് കൂടുതൽ സപ്പോർട്ട് നൽകാമെന്നാണ്, സൈനികമായ പിൻബലം നൽകാമെന്നാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.